Hi all, welcome to I+ Training Solutions. ഞാൻ ആര്യ. അപ്പോൾ നമ്മൾ കേറ്റഡ് കാറ്റഗറി 2 സോഷ്യൽ സയൻസിൻ്റെ ജോഗ്രഫിയുടെ ടോപ്പിക്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേരള ഫിസിയോഗ്രഫി എന്ന് പറയുന്നത് കേരള ഭൂമിശാസ്ത്രം അതിൽ നമ്മൾ നദികളെക്കുറിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നദികൾ പറഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് ഏതാണ്? പെരിയാറാണ് അല്ലേ. കേരളത്തിലെ ടോട്ടൽ 44 റിവേഴ്സ് ഉണ്ട്. അതിൽ എന്താണ് 41 പടിഞ്ഞാറോട്ടും 3 കിഴക്കോട്ടുമാണ് ഒഴുകുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും വലിയ റിവറാണ് ഏതെന്ന് പറയുന്നത്, ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് പെരിയാർ. 244 കിലോമീറ്റർ ആണ് അതിൻ്റെ നീളം എന്ന് പറയുന്നത് അല്ലേ. അതേപോലെ തന്നെ 15 കിലോമീറ്ററോ അതിൽ കൂടുതലോ നീളത്തിൽ ഒഴുകുന്ന പുഴകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നദി എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് പെരിയാറും അതേപോലെ തന്നെ ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത് ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ്, 16 കിലോമീറ്റർ. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞത് കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലുത് ഏതാണ്? കബനി ആയിരുന്നു അല്ലേ, കബനി ആയിരുന്നു. അതേപോലെ തന്നെ അവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, കബനിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഏതായിരുന്നു? നാഗർഹോൾ ദേശീയ ഉദ്യാനമായിരുന്നു. അപ്പോൾ കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന നാഗർഹോൾ ദേശീയ ഉദ്യാനം കബനിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ രണ്ടാമത്തെ നദിയാണ് ഏതെന്ന് പറഞ്ഞത്? പാമ്പാർ. കബനി പറഞ്ഞു, നെക്സ്റ്റ് ഏതാണ്? പാമ്പാർ. ഇനി നമുക്ക് പാമ്പാറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. പാമ്പാർ, കേരളത്തിൽ പാമ്പാറിൻ്റെ നീളം 25 കിലോമീറ്റർ. അപ്പോൾ കേരളത്തിൽ പാമ്പാർ എത്ര നീളത്തിലുണ്ട്? 25 കിലോമീറ്റർ നീളത്തിലാണ് പാമ്പാർ കേരളത്തിലൂടെ ഒഴുകുന്നത്. ഒഴുകുന്ന ജില്ല ഇടുക്കി. നമ്മൾ കബനി നദിയുടെ കാര്യം പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞിരുന്നു? കബനി നദി ഏത് ജില്ലയിലാണ്? വയനാട്ടിലൂടെയാണ് ഒഴുകുന്നത് അല്ലേ. കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കബനി നദിയിലാണ്. അതൊക്കെ നമ്മൾ ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ പാമ്പാർ ഒഴുകുന്ന ജില്ല എന്ന് പറയുന്നത് ഏത് ജില്ലയാണ്? ഇടുക്കി ജില്ലയിലാണ് പാമ്പാർ ഒഴുകുന്നത്. ദേവികുളത്ത് ഉത്ഭവിച്ച് കേരളത്തിലൂടെ തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന നദി. അപ്പം ദേവികുളത്താണ് ഇതിൻ്റെ ഉത്ഭവസ്ഥാനം. ഇടുക്കിയിൽ ദേവികുളത്താണ് ഇതിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത്. എന്നിട്ട് എങ്ങോട്ടേക്കാണ് പോകുന്നത്? കേരളത്തിലൂടെ 25 കിലോമീറ്റർ ഒഴുകി എങ്ങോട്ടേക്ക് പോകുന്നു? തമിഴ്നാട്ടിലേക്ക് പോകുന്ന ഒരു നദിയാണ് പാമ്പാർ. നമ്മൾ കബനി പഠിച്ചപ്പോൾ എങ്ങനെ പറഞ്ഞിരുന്നു? കബനി എവിടെയാണ്? 57 കിലോമീറ്റർ ആണ് കേരളത്തിൽ അത് ഒഴുകുന്നത്. എവിടെ പോകും? കർണാടകത്തിലേക്കാണ് അത് ഒഴുകി പോകുന്നത് അല്ലേ. അതേപോലെ പാമ്പാർ ആണെങ്കിലോ ഇടുക്കി ജില്ലയിൽ ഉത്ഭവിച്ച് അല്ലെ ദേവികുളത്ത് ഉത്ഭവിച്ച് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന ഒരു നദിയാണ് പാമ്പാർ എന്ന് പറയുന്നത്. തലയാർ എന്ന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന നദി. അപ്പോൾ തുടക്കത്തിൽ അല്ലെ അതിൻ്റെ ഉത്ഭവ സ്ഥാനത്ത് അല്ലെ പണ്ട് കാലത്ത് അത് എങ്ങനെ അറിയപ്പെട്ടിരുന്നു? തലയാർ. പാമ്പാർ എന്നുള്ളതിന് തലയാർ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി. അതേപോലെ തന്നെ എന്താണ് തൂവാനം? അപ്പം പാമ്പാറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ പേരാണ് തൂവാനം. തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഏത് നദിയിലാണ്? പാമ്പാർ നദിയിലാണ് തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പാമ്പാർ നദിയുടെ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. 25 കിലോമീറ്റർ ആണ് കേരളത്തിൽ അതിൻ്റെ നീളം എന്ന് പറയുന്നത്. തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന നദിയാണ്. ദേവികുളത്താണ് ഉത്ഭവിക്കുന്നത്. ഇടുക്കി ജില്ലയിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ്. തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയും ഏത് തന്നെയാണ്? പാമ്പാറാണ്. ഓക്കെ, അടുത്തത് പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ചുണ്ടാകുന്ന കാവേരിയുടെ പ്രധാന പോഷക നദിയാണ് അമരാവതി. അപ്പോൾ എന്താണ് ഈ നമ്മൾ കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദി കൂടിയാണ് പാമ്പാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പാമ്പാറും പിന്നീട് ഏതാണ്? തേനാർ. പാമ്പാറും തേനാറും കൂടി ചേർന്ന് തമിഴ്നാട്ടിൽ വെച്ചിട്ട് ഒരുമിച്ച് ചേർന്നിട്ട് കാവേരി നദിയുടെ ഒരു പോഷക നദിയായിട്ട് മാറും. അത് ഏത് നദിയാണ്? അമരാവതി. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. കാവേരി നദിയുടെ പോഷക നദിയായ അമരാവതി എങ്ങനെയാണ് രൂപപ്പെടുന്നത്? പാമ്പാറും തേനാറും കൂടെ തമിഴ്നാട്ടിൽ വെച്ച് യോജിച്ചാണ് കാവേരിയുടെ പോഷക നദിയായ അമരാവതി ഉത്ഭവിക്കുന്നത്. ഓക്കെ, പാമ്പാറിൻ്റെ ഉത്ഭവസ്ഥാനം ആനമുടി. പാമ്പാറിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ആനമുടി. അപ്പം ദേവികുളത്ത് ഒന്ന് ഉത്ഭവിക്കുക. അപ്പോൾ ദേവികുളമൊക്കെ എവിടെയാണ്? ആ ആനമുടിയുടെ ഒരു ഭാഗമായിട്ടാണ് ദേവികുളം താലൂക്കൊക്കെ വരുന്നത് അല്ലേ. അപ്പോൾ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ആനമുടിയാണ്. ഓക്കെ, പാമ്പാറിൻ്റെ ഉത്ഭവസ്ഥാനം ആനമുടി. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും ചെറുത്. അപ്പം നമ്മൾ പറഞ്ഞു കബനി നദിയാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി ഏതാണ്? കബനിയും. ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത് ഏതാണ്? പാമ്പാറുമാണ്. പാമ്പാർ പതിക്കുന്നത് കാവേരി നദിയിൽ. പാമ്പാർ എവിടെയാണ് പതിക്കുന്നത്? കാവേരിയിലാണ് പതിക്കുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇപ്പം കാവേരി നദിയുടെ പോഷക നദിയായ അമരാവതി രൂപപ്പെടുന്നത് എങ്ങനെയാണ്? പാമ്പാറും തേനാറും കൂടെ സംഗമിച്ചാണ്. അപ്പോൾ ഈ പാമ്പാർ എത്തിച്ചേരുന്നത് എവിടെയാണ്? കാവേരി നദിയിലാണ് എത്തിച്ചേരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു? പാമ്പാറിൻ്റെ കാര്യം, കിഴക്കോട്ട് ഒഴുകുന്നതിൽ വെച്ച് ഏറ്റവും ചെറിയ നദിയാണ്. കേരളത്തിൽ 25 കിലോമീറ്റർ ആണ് അതിൻ്റെ ദൈർഘ്യം അല്ലെങ്കിൽ അതിൻ്റെ നീളം എന്ന് പറയുന്നത്. പിന്നെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു? പാമ്പാറും തേനാറും കൂടി ചേർന്നിട്ട് തമിഴ്നാട്ടിൽ വെച്ച് ഉണ്ടാകുന്ന കാവേരി നദിയുടെ ഒരു പോഷക നദിയാണ് എന്തെന്ന് പറയുന്നത്? അമരാവതി. ഇത് എത്തിച്ചേരുന്ന ഉത്ഭവിക്കുന്നത് ആനമുടിയിലും അതേപോലെ
പതിക്കുന്നത് എവിടെയാണ്? കാവേരി നദിയിലുമാണ് പതിക്കുന്നത്. ഓക്കെ, അടുത്തത് ഭവാനി. നമ്മൾ 3 പുഴകളാണ് അല്ലെ 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നതെന്ന് പറഞ്ഞു. അതിൽ കബനി പറഞ്ഞു, പിന്നെ ഏതാണ്? പാമ്പാറ പറഞ്ഞു. മൂന്നാമത്തേതാണ് ഭവാനി. ഓക്കെ, ഉത്ഭവസ്ഥാനം നീലഗിരി കുന്നുകൾ. അപ്പൊ നീലഗിരി കുന്നുകളിലാണ് എന്ത് ഉത്ഭവിക്കുന്നത്? ഭവാനി നദി ഉത്ഭവിക്കുന്നത് നീലഗിരി കുന്നുകളിലാണ്. കേരളത്തിൽ ഭവാനി നദിയുടെ നീളം 38 കിലോമീറ്റർ. അപ്പോൾ കബനി നദിയുടെ നീളം 57 കിലോമീറ്റർ, കേരളത്തിൽ ഒഴുകുന്ന നീളം. പാമ്പാറാണെങ്കിൽ 25 കിലോമീറ്റർ, അതേപോലെ തന്നെ ഭവാനി നദിയാണെങ്കിലോ 38 കിലോമീറ്റർ നീളത്തിലാണ് കേരളത്തിലൂടെ ഒഴുകുന്നത്. 3 നദികളുടെയും എത്ര ദൂരമാണെന്നുള്ളതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഒഴുകുന്ന ജില്ല പാലക്കാട്. അപ്പം ജില്ലകൾ പറക്കരുത്. കബനിയാണെങ്കിൽ വയനാട് ജില്ല, പാമ്പാറാണെങ്കിൽ ഇടുക്കി ജില്ല, അതേപോലെ തന്നെ ഭവാനി നദി ഏത് ജില്ലയിലൂടെയാണ് ഒഴുകുന്നത്? പാലക്കാട് ജില്ലയിലൂടെയാണ് ഭവാനി നദി ഒഴുകുന്നത്. ഭവാനി പുഴയിൽ എത്തിച്ചേരുന്ന പ്രധാന നദികളാണ് ശിരുവാണി, വരഗ. അപ്പം ഭവാനി നദിയിൽ എത്തിച്ചേരുന്ന മറ്റു 2 പ്രധാനപ്പെട്ട നദികളുടെ പേരാണ് ശിരുവാണിയും അതേപോലെ തന്നെ വരഗാർ എന്ന് പറയുന്ന ഈ 2 നദികളും അല്ലെ ഈ 2 പുഴകളും എത്തിച്ചേരുന്നത് എവിടെയാണ്? ഭവാനി നദിയിലാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നദികളെ കുറിച്ച്. നമ്മൾ നദികളായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നദികളെ കുറിച്ച് നമുക്ക് പറയാനുള്ള ഇത്രയും കാര്യങ്ങളാണ്. കേരളത്തിൽ 44 നദികളാണുള്ളത്. അതിൽ 41 എണ്ണം പടിഞ്ഞാറോട്ടും 3 എണ്ണം കിഴക്കോട്ടുമാണ് ഒഴുകുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയ നദികളും അതിൻ്റെ ബാക്കി ഫീച്ചേഴ്സും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രത്തിൽ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? കായലുകളാണ്. ഓക്കെ, പിന്നെ നമുക്ക് കായലുകളെ കുറിച്ച് പഠിക്കാം. കായലുകളുടെ നാട്, ലഗൂണുകളുടെ നാട് എന്നിങ്ങനെ അറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഒരുപാട് കായലുകളുണ്ടല്ലേ? 34 കായലുകളാണ് ടോട്ടൽ കേരളത്തിലുള്ളത്. അപ്പം കായലുകളുടെ നാട് അല്ലെങ്കിൽ ലഗൂണുകളുടെ നാട് എന്നൊക്കെ അറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ കൊച്ചു കേരളം. ഓക്കെ, കേരളത്തിലെ കായലുകളുടെ എണ്ണം 34. കേരളത്തിൽ എത്ര കായലുകളുണ്ട്? 34 കായലുകളാണ് മൊത്തത്തിൽ ഉള്ളത്. കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവ 27 എണ്ണം. അപ്പോൾ കടലുമായിട്ട് ബന്ധമുള്ള കായലുകൾ എത്ര എണ്ണം ഉണ്ട്? 27 എണ്ണവും ബാക്കി 9 എണ്ണം. 27 എത്രയാണ്? 3 4 3 7 എണ്ണം അല്ലേ? 27 7 34. ഓക്കെ, അപ്പോൾ ബാക്കി 7 എണ്ണം എന്താണ്? കടലുമായിട്ട് ബന്ധമില്ലാത്തവയുമാണ്. അപ്പം ടോട്ടൽ 34 കായലുകളാണുള്ളത്. അതിൽ 27 എണ്ണം കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്, ബാക്കി 7 എണ്ണം എന്താണ്? കടലുമായിട്ട് ബന്ധമില്ലാത്തതും ആണ്. അതിൽ ഏറ്റവും വലിയ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ കായൽ എന്ന് പറയുന്നത് ഏതാണ്? വേമ്പനാട്ട് കായലാണ് അല്ലേ? അപ്പം നമുക്ക് വേമ്പനാട്ട് കായലിൻ്റെ കാര്യങ്ങളൊന്ന് നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അല്ലേ? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ എന്ന് പറയുന്നത് വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപാണ് പാതിരാമണൽ. ഓക്കെ, അപ്പോൾ വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപാണ് ഏതെന്ന് പറയുന്നത്? പാതിരാമണൽ എന്ന് പറയുന്നത് അല്ലേ? പാതിരാമണൽ കൃഷിയോഗ്യമാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? നമ്മൾ നേരത്തെ ഹിസ്റ്ററി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആരായിരുന്നു? വേലുത്തമ്പി ദളവയായിരുന്നു അല്ലേ? പാതിരാമണൽ ദ്വീപ് കൃഷിയോഗ്യമാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് വേലുത്തമ്പി ദളവ. അതേപോലെ തന്നെ വേമ്പനാട്ട് കായൽ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. ഈ വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപാണ് ഏതെന്ന് പറയുന്നത്? പാതിരാമണൽ. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം, ഇന്ത്യയിലെ ഏറ്റവും വലിയ വെറ്റ്ലാൻഡ് ആണ് എന്ന് പറയുന്നത് വേമ്പനാട്ട് കായൽ എന്ന് പറയുന്നത്. വെറ്റ്ലാൻഡ് അല്ലെങ്കിൽ തണ്ണീർത്തടം എന്ന് പറയും. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ, കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ കായലും ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ കായലും ഏത് തന്നെയാണ്? വേമ്പനാട്ട് കായലാണ്. അപ്പോൾ 2 പ്രത്യേകതകളുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായലും ഏത് തന്നെയാണ്? വേമ്പനാട്ട് കായലാണ്. ഓക്കെ, അടുത്തത് വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന പ്രധാന നദികളാണ് മൂവാറ്റുപുഴ, മീനച്ചിൽ, പമ്പ, പെരിയാർ, അച്ചൻകോവിൽ, മണിമലയാർ. അപ്പോൾ ഇത്രയും 6 നദികൾ എവിടെയാണ് പതിക്കുന്നത്? വേമ്പനാട്ട് കായലിലാണ് പതിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരുകളൊന്ന് ഓർത്തിരിക്കുക. ജസ്റ്റ് മൂവാറ്റുപുഴ, പിന്നെ ഏതാണ്? മീനച്ചിലാറ്, പമ്പ, പെരിയാർ, അച്ചൻകോവിൽ, മണിമലയാർ. ഇത്രയും നദികൾ എവിടെയാണ്? വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന നദികളാണ്. മൂവാറ്റുപുഴ, മീനച്ചിൽ, പമ്പ, അച്ചൻകോവിൽ, പിന്നീട് ഏതൊക്കെയാണ്? പെരിയാർ, മണിമലയാർ. ഇത്രയും നദികൾ എവിടെയാണ്? വേമ്പനാട്ട് കായലിലാണ് പതിക്കുന്നത്. കുമരകം വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കായൽ തീരം. അതേപോലെ തന്നെ എന്താണ്? കുമരകം, കോട്ടയത്തുള്ള കുമരകം വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിൻ്റെ തീരത്താണ്? ഏത്? വേമ്പനാട്ട് കായലിൻ്റെ തീരത്താണ്. അപ്പോൾ കുമരകം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിൻ്റെ തീരത്താണ്.
കുട്ടനാടിന്റെ നെൽകൃഷിയിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിനായി വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന ബണ്ടാണ് തണ്ണീർമുക്കം ബണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്, മറന്നു പോകരുത്. എന്താണ് തണ്ണീർമുക്കം ബണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടനാടിന്റെ നെൽകൃഷിയിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ബണ്ടാണ് എന്തെന്ന് പറഞ്ഞത്, തണ്ണീർമുക്കം ബണ്ട്. ഓക്കെ, അപ്പൊ കുട്ടനാടിന്റെ നെൽകൃഷിയിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിനായി വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന ബണ്ടാണെന്ത്, തണ്ണീർമുക്കം ബണ്ട്. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ എന്തൊക്കെ പറഞ്ഞു, വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന നദികളുടെ പേര് പറഞ്ഞു. കുമരകം സ്ഥിതി ചെയ്യുന്ന വേമ്പനാട്ട് കായലിന്റെ തീരത്താണ്. അതേപോലെ തന്നെ നമ്മൾ തണ്ണീർമുക്കം ബണ്ടിന്റെ കാര്യം പറഞ്ഞു അല്ലേ. എന്താണ് തണ്ണീർമുക്കം ബണ്ടിന്റെ പ്രത്യേകത? കുട്ടനാടിന്റെ നെൽകൃഷിയിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന ബണ്ടാണ് തണ്ണീർമുക്കം ബണ്ടെന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വേമ്പനാട്ട് കായൽ വ്യാപിച്ചിരിക്കുന്ന ജില്ലകളാണ് ആലപ്പുഴ, എറണാകുളം, കോട്ടയം. അപ്പൊ 3 ജില്ലകളിലാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചിരിക്കുന്നത്. ഏതൊക്കെ ജില്ലകളിലാണ്? ആലപ്പുഴ, എറണാകുളം, കോട്ടയം. ഈ 3 ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു കായലാണ് എന്തെന്ന് പറഞ്ഞത്, വേമ്പനാട്ട് കായൽ. പുന്നമട കായൽ, കൊച്ചി കായൽ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. അപ്പോൾ വേമ്പനാട്ട് കായലിന്റെ മറ്റു 2 പേരുകളാണ് പുന്നമട കായൽ. അപ്പോൾ ആലപ്പുഴ ജില്ലയിലുണ്ട്. അപ്പോൾ ആലപ്പുഴയിലെ എല്ലാ കായലും എന്താണ്, ഈ വേമ്പനാട്ട് കായലുമായിട്ട് ബന്ധമുള്ളതാണ് അല്ലേ. അപ്പോൾ പുന്നമട കായൽ, അതേപോലെ കൊച്ചി കായൽ എന്നൊക്കെ അറിയപ്പെടുന്ന എന്താണ്, വേമ്പനാട്ട് കായലാണ്. ഓക്കെ, കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായൽ. അതേപോലെ തന്നെ കൊച്ചി പോർട്ട് അല്ലെ കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, വേമ്പനാട്ട് കായലിലാണ്. അപ്പോൾ വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകളാണ് ഏതൊക്കെ, ആലപ്പുഴ, എറണാകുളം, കോട്ടയം ജില്ലകളിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. പിന്നെ പുന്നമട കായലെന്നും കൊച്ചി കായലെന്നും അറിയപ്പെടുന്നു. കൊച്ചി പോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, വേമ്പനാട്ട് കായലിലാണ്. ഓക്കെ, അടുത്തത് അഷ്ടമുടിക്കായൽ. അപ്പോൾ വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായലും ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായലും ഏതാണ്, വേമ്പനാട്ട് കായലാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കായലായ അഷ്ടമുടിക്കായലിലേക്ക് പോവുകയാണ്. നോക്കിയേ, കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ. അപ്പോൾ ഒന്നാമത്തെ കായൽ ഏതാണ്, വേമ്പനാട്ട് കായലാണ്. രണ്ടാമത്തെ കായൽ എന്ന് പറയുന്നത് എന്താണ്, അഷ്ടമുടി കായലാണ്. ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്ന കായൽ. അപ്പോൾ അതിനെ അറിയപ്പെടുന്ന ഒരു പേരാണ് ഗേറ്റ് വേ ടു ദി ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള. അഷ്ടമുടിക്കായലിനെ എങ്ങനെ അറിയപ്പെടും, കേരളത്തിലെ എന്താണ്, നമ്മൾ മറ്റേത് പറഞ്ഞു എന്താണ്, കേരളം എന്ന് പറയുന്നത് എന്താണ്, ലഗൂണുകളുടെ അല്ലെങ്കിൽ എന്താണ് ബാക്ക് വാട്ടേഴ്സിന്റെ നാടാണ് കേരളം എന്ന് പറഞ്ഞു. അപ്പം ഈ അഷ്ടമുടിക്കായലിനെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്, ഗേറ്റ് വേ ടു ദി ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള. അപ്പോൾ തടാകത്തിന്റെ അല്ലെ ബാക്ക് വാട്ടേഴ്സിന്റെ എന്താണ്, ഗേറ്റ് വേ, അതിന്റെ ഒരു എന്താണ് വാതിലാണ് കേരളം എന്ന് പറയുന്നത്. ആ ഒരു രീതിയിൽ പറയുന്നത് എന്തിനെയാണ്, അഷ്ടമുടിക്കായലിനെയാണ് പറയുന്നത്. പനയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. അഷ്ടമുടിക്കായലിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞ എന്താണ്, പനയുടെ ആകൃതി. പന അറിയാമല്ലോ, എണ്ണപ്പന അറിയില്ലേ. അപ്പൊ പനയുടെ ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന കായലാണ് എന്തെന്ന് പറയുന്നത്, അഷ്ടമുടിക്കായൽ എന്ന് പറയുന്നത്. അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലമാണ് നീണ്ടകര അഴി. നമുക്ക് നീണ്ടകര അറിയാം, ഫിഷിംഗ് ഹാർബർ ആണ് അല്ലേ. അപ്പം നീണ്ടകര അഴിയിലാണ് അഷ്ടമുടിക്കായൽ അറബിക്കടലുമായിട്ട് യോജിക്കുന്നത്. അഷ്ടമുടിക്കായലും അറബിക്കടലോട് യോജിക്കുന്ന ആ ഒരു സ്ഥലമാണ്. അതായത് കടലും കായലോട് ചേരുന്ന സ്ഥലത്താണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അഴി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അഷ്ടമുടിക്കായലും അറബിക്കടലൂടെ ചേരുന്ന സ്ഥലം എവിടെയാണ്, നീണ്ടകരയിലാണ്. നീണ്ടകര അഴിയിലാണ് ഇത് രണ്ടും കൂടി യോജിക്കുന്നത്. ഓക്കെ, അപ്പം അഷ്ടമുടിക്കായലിന്റെ ആ ഷേപ്പ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. പനയുടെ ആകൃതിയിലുള്ള കായൽ ഏതാണ്, അഷ്ടമുടിക്കായലാണ്. ഓക്കെ, അടുത്തത് അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം. നമ്മൾ നേരത്തെ പറഞ്ഞു വേമ്പനാട്ട് കായൽ 3 ജില്ലയിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. എന്നാൽ അഷ്ടമുടിക്കായൽ ഏത് ജില്ലയിൽ മാത്രമേ ഉള്ളൂ, കൊല്ലം ജില്ലയിൽ മാത്രമേ സ്ഥിതി ചെയ്യുന്നുള്ളൂ. 1988 പെരുമൺ തീവണ്ടി ദുരന്തം നടന്നത് അഷ്ടമുടിക്കായലിലാണ്. 1988 വലിയ അഷ്ടമുടിക്കായലിന് മുകളിലൂടെ എന്താണ് ട്രെയിൻ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് എന്ത് സംഭവിച്ചത്, ബോഗി മറിയുന്നത് കായലിലേക്കാണ് വീണ്ടും ഒരുപാട് പേര് മരിച്ച വലിയൊരു ദുരന്തമായിരുന്നു പെരുമൺ ദുരന്തം എന്ന് പറയുന്നത്. അപ്പം 1988 പെരുമൺ ദുരന്തം നടന്ന സ്ഥലവും എവിടെ തന്നെയാണ്, ഈ അഷ്ടമുടിക്കായലിലാണ് നടന്നത്. അടുത്തത് ശുദ്ധജല തടാകങ്ങൾ. അപ്പം നമ്മൾ കായലുകൾ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ശുദ്ധജല തടാകങ്ങളുണ്ട്. നമുക്കറിയാം കേരളത്തിൽ 5 ശുദ്ധജല തടാകങ്ങളാണുള്ളത്. അതിൽ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന് പറഞ്ഞ ഏതാണ്, ശാസ്താംകോട്ടയാണ് അല്ലേ. ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ലേക്കാണ് ശാസ്താംകോട്ട എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ശുദ്ധജല തടാകങ്ങൾ, ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിൽ, ശാസ്താംകോട്ട കായൽ, വെള്ളായണി കായൽ തിരുവനന്തപുരം, പിന്നീട് പൂക്കോട് തടാകം വയനാട്, ഏനാമാക്കൽ തൃശ്ശൂർ, അതേപോലെ തന്നെ മനക്കൊടി തൃശ്ശൂർ. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ 2 ഫ്രഷ് വാട്ടർ ലേക്സ് ഉണ്ട്, 2 ശുദ്ധജല തടാകങ്ങളുണ്ട്. പിന്നീട് അതുകൂടാതെ എവിടെയൊക്കെയാണുള്ളത്, ശാസ്താംകോട്ട കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിലും, തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണിയിലും, വയനാട് പൂക്കോടും എന്തുണ്ട്, ഫ്രഷ് വാട്ടർ ലേക്സ് ഉണ്ട്. ഇതിൽ ഏറ്റവും വലുത് എന്ന് പറഞ്ഞ ശാസ്താംകോട്ടയും ഏറ്റവും ചെറുത് ഏതാണ്, പൂക്കോടുമാണ് കേട്ടോ.
ഇതേതാണ്? ഏറ്റവും വലുതാണ്. ഏറ്റവും വലുത് ശാസ്താംകോട്ട ലേക്കാണ്. ഏറ്റവും ചെറുത് ഏതാണ്? പൂക്കോട്. ചെറുത് പൂക്കോട് തടാകമാണ്. അതേപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഏതാണ്? വെള്ളായണി കായലാണ് കേട്ടോ. ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഫ്രഷ് വാട്ടർ ലേക്കാണ് വെള്ളായണി കായൽ എന്ന് പറയുന്നത്. വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഫ്രഷ് വാട്ടർ ലേക്ക് ഏതാണ്? പൂക്കോട് തടാകമാണ്. അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പം 5 ഫ്രഷ് വാട്ടർ ലേക്സ് അല്ലെങ്കിൽ ശുദ്ധജല തടാകങ്ങളാണ് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ശാസ്താംകോട്ട, വെള്ളായണി, പിന്നീട് ഏതാണ്? പൂക്കോട്, ഏനമാക്കൽ, പിന്നെ ഏതാണ്? മനക്കൊടി. 5 എണ്ണമാണ്. അതിൽ 2 എണ്ണം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. ഓക്കെ. അടുത്തത് ദ്വീപുകൾ. അപ്പോൾ കേരളവുമായിട്ട് ബന്ധപ്പെട്ട ദ്വീപുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മളിനി നോക്കുന്നത്. കേരളത്തോട് ഏറ്റവും അടുത്ത് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹമാണ് ലക്ഷദ്വീപ്. നമുക്കറിയാം കേരളത്തോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹം ഏത് തന്നെയാണ്? ലക്ഷദ്വീപാണ് അല്ലേ? ലക്ഷദ്വീപ്. കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപാണ് കുറുവാ ദ്വീപ്. അത് നമ്മൾ കബനി നദി പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം കബനി നദിയിൽ സ്ഥിതി ചെയ്യുന്ന നദീജന്യ ദ്വീപാണ് എന്ന് പറയുന്നത് കുറുവാ ദ്വീപ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ നദീദ്വീപാണ് എന്ന് പറയുന്നത് കുറുവാ ദ്വീപ്. എന്നാൽ കേരളത്തിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ ദ്വീപ് അല്ലെങ്കിൽ കേരളത്തിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് ഏത്? അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ്? ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപിൽ മൊത്തം 36 ദ്വീപുകളാണ് ഉള്ളത്. ഓക്കെ. ഏറ്റവും സാന്ദ്രതയേറിയ ദ്വീപാണ് വൈപ്പിൻ, എറണാകുളം. അപ്പോൾ എറണാകുളം ജില്ലയിലെ വൈപ്പിനാണ് ഏറ്റവും ജനസാന്ദ്രതയേറിയ ദ്വീപ്. ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ദ്വീപ് എന്ന് പറയുന്നത് ഏതാണ്? വൈപ്പിൻ. എറണാകുളം ജില്ലയിലെ വൈപ്പിനാണ്. കേരളത്തിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന അറബിക്കടലിൽ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ്? ലക്ഷദ്വീപാണ്. ഏറ്റവും വലിയ നദീദ്വീപ് കുറുവാ ദ്വീപ്. ഏറ്റവും ജനസാന്ദ്രതയേറിയ ദ്വീപ് എന്ന് പറയുന്നത് ഏതാണ്? വൈപ്പിൻ. എറണാകുളം ജില്ലയിലെ വൈപ്പിനാണ്. കൊച്ചി തുറമുഖത്തിന് അടുത്തുള്ള മനുഷ്യനിർമ്മിതമായ ദ്വീപാണ് വെല്ലിംഗ്ടൺ ദ്വീപ്. അപ്പം എന്താണ് വെല്ലിംഗ്ടൺ ദ്വീപ് എന്ന് പറഞ്ഞാൽ? കൊച്ചി തുറമുഖത്തിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മനുഷ്യനിർമ്മിത. അപ്പം അത് എന്താണ് സ്വയം, അതായത് നാച്ചുറൽ അല്ല, മാൻമെയ്ഡ് ദ്വീപാണ് എന്തെന്ന് പറയുന്നത് ഈ വെല്ലിംഗ്ടൺ ദ്വീപ്. എങ്ങനെയാണ് വെല്ലിംഗ്ടൺ ദ്വീപ് നിർമ്മിച്ചത്? അപ്പോൾ കൊച്ചി പോർട്ടിന് ആഴം കുറവായിരുന്നു. അപ്പം തുറമുഖത്തിന് ആഴം കുറവായതുകൊണ്ട് കപ്പലുകൾ വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് എന്ത് ചെയ്തു? ആഴം കൂട്ടാൻ വേണ്ടിയിട്ട് മണ്ണ് കുഴിച്ചെടുത്തു. ആ മണ്ണ് കുഴിച്ചെടുത്ത സ്ഥലത്ത് കൊണ്ടുവന്ന് ഇട്ടിട്ട് അത് പിന്നെ എന്തായിട്ട് മാറി? ഒരു ദ്വീപായിട്ട് മാറി. അതിനെയാണ് വെല്ലിംഗ്ടൺ ദ്വീപ് എന്ന് അറിയപ്പെടുന്നത്. ഇനി കല്ലടയാറും അഷ്ടമുടിക്കായലും തമ്മിൽ ചേരുന്നിടത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് മൺട്രോ തുരുത്ത്. ഓക്കെ. അത് കേണൽ മൺട്രോയുടെ അദ്ദേഹത്തെ സ്മരണാർത്ഥമാണ് മൺട്രോ തുരുത്ത് എന്നുള്ള ഒരു പേര് വന്നത്. കല്ലടയാറും അഷ്ടമുടിക്കായലും, അപ്പോൾ ഒരു ആറും കായലും കൂടെ ചേരുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ്. കൊല്ലം ജില്ലയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. എന്താണ്? മൺട്രോ തുരുത്ത്. മൺട്രോ തുരുത്ത് എങ്ങനെയാണ്? മൺട്രോ തുരുത്ത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കല്ലടയാറും അഷ്ടമുടിക്കായലും കൂടി ചേരുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ് മൺട്രോ തുരുത്ത്. മുഴുപ്പിലങ്ങാട് കടൽ തീരത്ത് നിന്ന് കാണാൻ കഴിയുന്ന ദ്വീപാണ് ധർമ്മടം തുരുത്ത്. മുഴുപ്പിലങ്ങാട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഏറ്റവും നീളം കൂടിയ കടൽത്തീരമാണ് മുഴുപ്പിലങ്ങാടി എന്ന് പറയുന്നത്. അല്ല, മുഴുപ്പിലങ്ങാടി കടൽത്തീരം എന്ന് പറയുന്നത് ഏറ്റവും നീളം കൂടിയ കടൽത്തീരമാണ്. അതൊരു ഡ്രൈവിൻ ബീച്ചാണ്. ആ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അതൊരു ഡ്രൈവിൻ ബീച്ചാണ്. അപ്പോൾ മുഴുപ്പിലങ്ങാട് കടൽ തീരത്ത് നിന്ന് കാണാൻ കഴിയുന്ന ഒരു ദ്വീപാണ് ധർമ്മടം തുരുത്ത്. കണ്ണൂർ ജില്ലയിലാണ് ധർമ്മടം തുരുത്ത്. ഓക്കെ. മുഴുപ്പിലങ്ങാടി എവിടെയാണ്? കണ്ണൂരാണ്. ഏറ്റവും അധികം കടൽത്തീരമുള്ള ജില്ല എന്ന് പറയുന്നത് കണ്ണൂരാണ്. ഏറ്റവും ചെറിയ കടൽത്തീരമുള്ള ജില്ല ഏതായിരുന്നു? കൊല്ലം ജില്ലയായിരുന്നു. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് കൊച്ചി തുറമുഖത്തിനടുത്ത് മനുഷ്യനിർമ്മിതമായ ദ്വീപ് ഏതാണ്? വെല്ലിംഗ്ടൺ ദ്വീപ്. കല്ലടയാറും അതേപോലെ തന്നെ അഷ്ടമുടിക്കായലും കൂടി ചേരുന്നിടത്ത് കാണപ്പെടുന്ന ദ്വീപാണ് മൺട്രോ തുരുത്ത്. പിന്നെ മുഴുപ്പിലങ്ങാട് ബീച്ചിൽ നിന്ന് കാണാൻ പറ്റുന്ന തുരുത്ത് അല്ലെ ദ്വീപ് ഏതാണ്? ധർമ്മടം തുരുത്ത്. ഓക്കെ. അടുത്തത് കാലാവസ്ഥ. ഇനി കേരളത്തിന്റെ കാലാവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കേരളത്തിൽ 4 തരം കാലാവസ്ഥകളാണ് അനുഭവപ്പെടുന്നത്. ശൈത്യകാലം, വേനൽക്കാലം, വർഷകാലം, തുലാവർഷം. അങ്ങനെ 4ആയിട്ടാണ് നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥയെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ശൈത്യകാലം എന്ന് പറയുന്നത് എന്ന് മുതൽ എന്ന് വരെയാണ്? ഡിസംബർ ടു ഫെബ്രുവരി. ഇപ്പോൾ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ശൈത്യകാലം. തണുപ്പ് കാലം അനുഭവപ്പെടുന്ന ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലഘട്ടത്തിലാണ്. ഇനി വേനൽക്കാലം എന്ന് പറഞ്ഞാലോ? മാർച്ച് ടു മെയ്. നമുക്ക് സ്കൂൾ അടയ്ക്കുന്ന സമയം അല്ലേ? മാർച്ച് മുതൽ മെയ് വരെയാണ് നമ്മുടെ വേനൽക്കാലം അല്ലെ ചൂടുകാലം. ശൈത്യകാലം ഡിസംബർ ടു ഫെബ്രുവരിയും അതേപോലെ തന്നെ വേനൽക്കാലം എന്ന് പറഞ്ഞാൽ മാർച്ച് ടു മെയ്യുമാണ്. ഇനി വർഷകാലം അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. വർഷകാലം അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അല്ലെങ്കിൽ എന്ത് പറയും? സൗത്ത് വെസ്റ്റ് മൺസൂൺ. ഓക്കെ. സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് മുതൽ എന്ന് വരെയാണ്? ജൂൺ ടു സെപ്റ്റംബർ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള ആ ഒരു സമയത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്?
സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ വർഷകാലം എന്ന് പറയും. പിന്നീട് വരുന്നത് തുലാവർഷം അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് പറയും, നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് പറയും. നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് മുതൽ എന്ന് വരെയാണ്? ഒക്ടോബർ ടു നവംബർ. ഓക്കെ, അപ്പോൾ എല്ലാ മാസങ്ങളും ആയല്ലോ. നോക്കിക്കേ, ഡിസംബർ, ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച്, മെയ്, അത് കഴിഞ്ഞ് ജൂൺ ടു സെപ്റ്റംബർ, പിന്നെന്താണ് ഒക്ടോബർ ടു നവംബർ, നവംബർ കഴിഞ്ഞാൽ വീണ്ടും ഡിസംബർ. ഓക്കെ, അപ്പം 12 മാസത്തെയും 4 സീസൺസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്ന ഏതാണ്? ശൈത്യകാലമാണ്. ശൈത്യകാലം എന്ന് മുതൽ എന്ന് വരെയാണ്? ഡിസംബർ ടു ഫെബ്രുവരി വരെയാണ്. അതിനുശേഷം വരുന്നത് ശൈത്യകാലം കഴിഞ്ഞാൽ വേനൽക്കാലം വരും, അല്ലെ ചൂടുകാലം. എന്ന് മുതൽ എന്ന് വരെയാണ് വരുന്നത്? മാർച്ച് ടു മെയ് വരും. അതിനുശേഷം വർഷകാലത്തെ നമ്മൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയും. സൗത്ത് വെസ്റ്റ് മൺസൂൺ ജൂൺ ടു സെപ്റ്റംബർ ആണ്. ഏറ്റവും ലാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? തുലാവർഷമാണ്, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആണ്. അത് എന്ന് മുതൽ എന്ന് വരെയാണ്? ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ് നമുക്ക് തുലാവർഷം നടക്കുന്നത്. അപ്പം 4 സീസൺസ് ആണ് കേരളത്തിൽ അനുഭവപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം 300 സെന്റിമീറ്റർ. അപ്പോൾ ഒരു വർഷം ശരാശരി എത്ര മഴ കേരളത്തിൽ പെയ്യും? 300 സെന്റിമീറ്റർ മഴയായിരിക്കും ഒരു വർഷം കേരളത്തിൽ പെയ്യുന്നത്. കേരളത്തിൽ ഇടവപ്പാതി കാലത്ത് ലഭിക്കുന്ന ശരാശരി മഴ 200 സെന്റിമീറ്റർ. അപ്പം ഇടവപ്പാതി സമയത്ത് കേരളത്തിൽ ലഭിക്കുന്ന മഴ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 200 സെന്റിമീറ്റർ. ടോട്ടലാണ് ഏകദേശം ഒരു ശരാശരി ആവറേജ് 300 സെന്റിമീറ്റർ ആണെങ്കിലും ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഇടവപ്പാതി മഴ ആ ഒരു സമയത്താണ്. അപ്പോൾ ഒരു 200 സെന്റിമീറ്റർ മഴയോളം എവിടെ ലഭിക്കുന്നു? കേരളത്തിൽ നമുക്ക് കിട്ടാറുണ്ട്. തുലാവർഷ കാലത്ത് ലഭിക്കുന്ന ശരാശരി മഴ 50 സെന്റിമീറ്റർ. തുലാവർഷ സമയത്താണെങ്കിലും 50 സെന്റിമീറ്റർ മഴയാണ് കേരളത്തിൽ ലഭിക്കാറുള്ളത്. തുലാവർഷം എന്ന് പറയുമ്പോൾ എന്ന് മുതൽ എന്ന് വരെ പെയ്യുന്ന മഴയാണ്? ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ പെയ്യുന്ന മഴയാണ് തുലാവർഷം എന്ന് പറയുന്നത്. ആ സമയത്ത് ഏകദേശം 50 സെന്റിമീറ്റർ മഴയാണ് നമുക്ക് ലഭിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലവർഷം അല്ലെങ്കിൽ ഇടവപ്പാതി, അതും അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ഒരു സ്ലൈഡിൽ നമുക്കത് മനസ്സിലായി കാണും അല്ലേ? ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഏത് സമയത്താണ്? കാലവർഷം, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയും. ആ സമയത്ത് ഏകദേശം 200 സെന്റിമീറ്റർ മഴയോളം എവിടെ ലഭിക്കുന്നുണ്ട്? നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് മഴ ലഭിക്കുന്ന ഏതിലായിരിക്കും? തുലാവർഷം അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് മൺസൂണിലായിരിക്കും അല്ലേ? ആ സമയത്ത് എന്താണ്? മഴ കുറവാണ്. ഏകദേശം 50 സെന്റിമീറ്റർ മഴയാണ് നമുക്ക് ആ ഒരു ടൈമിൽ കിട്ടുന്നത്. ഓക്കെ, കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ ജില്ല പാലക്കാട്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. ഏറ്റവും ചൂട് കൂടിയ ജില്ല ഏതാണ്? പാലക്കാടാണ്. കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം ഏതാണ്? പുനലൂരാണ്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. ചൂട് കൂടിയ ജില്ല പാലക്കാടും, ചൂട് കൂടിയ സ്ഥലം ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാട്, സ്ഥലം ഏതാണ്? പുനലൂരാണ്. പുനലൂർ സ്ഥിതി ചെയ്യുന്ന ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. പാലക്കാടാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ചൂട് കൂടിയ സ്ഥലം പാലക്കാട്, ചൂട് കൂടിയ ജില്ല പാലക്കാടാണ്. പക്ഷെ ചൂട് കൂടിയ സ്ഥലം എന്ന് പറയുന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലെ പുനലൂരാണ്. ഓക്കെ, ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം. ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ, അതായത് കേരളത്തിൽ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യ എന്ന് പറയുമ്പോൾ തമിഴ്നാട്, കേരളം, കർണാടക ഈ ഏരിയയിലെയൊക്കെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ചുരമാണ് പാലക്കാട് ചുരം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂലൈ. അപ്പോൾ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏതാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ജൂലൈയിലും, അതേപോലെ തന്നെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം ഏതാണ്? ജനുവരിയാണ്. ഓക്കെ, അത് മറന്നു പോകരുത്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂലൈ, ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം ജനുവരിയാണ്. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം അല്ലെങ്കിൽ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയിലെ ചിന്നാറാണ്. അപ്പം മഴ തീരെ കുറഞ്ഞ ഒരു സ്ഥലമാണെന്ന് പറഞ്ഞത് ഇടുക്കി ജില്ലയിലെ ചിന്നാർ എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ എന്താണ് അതിനെ അതുകൊണ്ട് തന്നെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത്. എന്താണ് മഴനിഴൽ പ്രദേശം? മഴ വളരെ കുറവാണ്. അപ്പം എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഈ ഒരു സ്ലൈഡിൽ? കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ചുരമാണ് പാലക്കാട് ചുരം. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല എന്ന് പറയുന്നത് ഏതാണ്? ജില്ലയല്ല, ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏതാണ്? ജൂലൈ ആണ്. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം ജനുവരിയാണ്. പിന്നീട് പറഞ്ഞ കേരളത്തിലെ മഴനിഴൽ പ്രദേശം അല്ലെങ്കിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന സ്ഥലമാണ് ഇടുക്കി ജില്ലയിലെ ചിന്നാർ എന്ന് പറയുന്നത്. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന ലക്കിടി. നമുക്കറിയാം ചിറാപുഞ്ചി അല്ലെ മൗസിൻഡ്രം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമാണ് മേഘാലയയിലെ മൗസിൻഡ്രം അല്ലെ. കേരളത്തിന്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന എവിടെയാണ്? ലക്കിടി. വയനാട് ജില്ലയിലെ ലക്കിടിയാണ് കേരളത്തിന്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത്. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരം. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നതോ കോഴിക്കോടാണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് കോഴിക്കോടും ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലുമാണ്. ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം
നേര്യമംഗലം. നമ്മൾ പറഞ്ഞു മഴ ഏറ്റവും കുറവുള്ളത് ചിന്നാറും അതേപോലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? നേര്യമംഗലമാണ്. ഓക്കെ, എറണാകുളം ജില്ലയിലെ നേര്യമംഗലത്താണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. അപ്പം മഴ കൂടുതലുള്ള ജില്ല കോഴിക്കോട്, മഴ കുറവുള്ള ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. ഓക്കെ, അപ്പം അതേപോലെ തന്നെ കേരളത്തിന്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് എന്താണ്? ലക്കിടി. വയനാട് ജില്ലയിലെ ലക്കിടിയാണ് കേരളത്തിന്റെ ചിറാപുഞ്ചി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം കേരളത്തിലെ നദികൾ, കായലുകൾ, ദ്വീപുകൾ, കാലാവസ്ഥ ഇതെല്ലാം നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ കേരളത്തിലെ ഫിസിയോഗ്രഫി എന്ന ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്ക് ഈ ഒരു ക്ലാസ് കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പം മറ്റൊരു ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്